എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട്. അപ്പോസ്തോലിക് കാർമേലുകാരുടെ ഒരു സ്ഥാപനമാണ്. അവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരിക്കുന്നതായിട്ടുള്ള സമയമാണ് അവിടെ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ മറ്റൊരു ദൂരത്ത് നിന്ന്, ഇവിടേക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല, വളരെ ദൂരത്താണ്, ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള, അവിടുന്ന് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ഒരു 10-15 സ്കൂളുകളുണ്ട്. അതിനെല്ലാം മറികടന്ന് ഈ കോൺവെന്റ് സ്കൂളിലേക്ക് ആ കുട്ടിയെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, അധികമായില്ല, കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് യൂണിഫോമിന്റെ ഒരു ഇഷ്യൂ, അതായത് ഇവിടുത്തെ പതിവ് അനുസരിച്ച് മുട്ടിന്റെ ഈ ഭാഗം വരെയാണ് കുട്ടികൾക്ക് യൂണിഫോമിൽ ഉപയോഗിക്കാവുന്നത്, കൈ ഇറക്കം പെൺകുട്ടികളുടെ. എന്നാൽ ആ കുട്ടിക്ക് കൈത്തണ്ട മറയുന്ന പോലെ ഇവിടം വരെ ആക്കണം എന്ന് പറഞ്ഞു. അളവെടുക്കുന്ന സമയത്ത് ചോദിച്ചു അത്രയും വേണമോ, പക്ഷേ കുട്ടിയൊന്നും മിണ്ടിയില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉള്ള പോലെ അത് കൊടുത്തു. പക്ഷെ അതിനെ ചൊല്ലി ഇവിടെ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള, ഫ്രറ്റേണിറ്റി നമുക്കറിയാം, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള പെൺപട, ആ പെൺപട ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പെൺപടയാണ്. അപ്പൊ ആ പെൺപടകള് ഒരു സുപ്രഭാതത്തിൽ ഇവിടേക്ക് കയറി വന്നു, സ്കൂളിലേക്ക് വന്നു. അവിടെ ക്ലാസ് നടക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു ഫോൺ കോൾ വരുന്നു, ഫാദർ അടുത്തുണ്ടോ, അവിടെ ഉണ്ടോ? ഞാൻ ചോദിച്ചില്ല, എന്താ? അന്നേരം പറഞ്ഞു, നമ്മുടെ സ്കൂളില് ഇതേപോലെ ഒരു ഫ്രറ്റേണിറ്റി ഗ്രൂപ്പിന്റെ ജാഥ വരുന്നുണ്ട്, അവിടെ അവർ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഫാദർ ഒന്ന് മടങ്ങി വന്നാൽ നന്നായിരിക്കും. ആ സമയത്ത് തന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ വേഗത്തിൽ തന്നെ ഇവിടേക്ക് വന്ന സമയത്ത് കാണുന്ന കാഴ്ച, അവിടെ ആ സ്കൂൾ വരാന്തയിലൊക്കെ ഇരിക്കുന്ന പൂച്ചട്ടികളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് ആദ്യമേ പ്രിൻസിപ്പാളുമായിട്ടോ അല്ലെങ്കിൽ അധികാരികളുമായിട്ടോ സംസാരിച്ച് പരിഹരിക്കാവുന്നതിന് പകരമായിട്ട് LKG മുതലുള്ള ക്ലാസ്സുകൾ നടത്തുന്ന ആ സ്ഥാപനത്തിലേക്ക് കയറി പൂച്ചട്ടികളൊക്കെ വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചു കുഞ്ഞുങ്ങളാകെ പാനിക്കായി, വളരെ പരിഭ്രാന്തരായി തീർന്നു. അധ്യാപകരും എല്ലാവരും ആകെ നിശ്ചലരായി തീർന്നു. ആ സമയത്താണ് ഞാൻ കയറി വരുന്നത്. അപ്പോഴേക്കും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും മറ്റുമൊക്കെ സ്ഥലത്തെത്തി. അവരോട് വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിച്ചു തീർക്കാം. പക്ഷെ അവർ പറയുന്നത് ഇഷ്യൂസ് അല്ല, ഞങ്ങൾക്ക് ഇഷ്യൂസ് അല്ല, സ്കൂൾ അടച്ചു പൂട്ടണം, ഇതാണ് അവരുടെ ഒരു അജണ്ട എന്നുള്ളത് അറിയാതെ തന്നെ അവരുടെ അതരങ്ങളിൽ നിന്ന് വന്നു. കാരണം ഈ പ്രദേശത്ത് ഏറ്റവും കീർത്തി കേട്ടതും ഏറ്റവും ബഹുമാന്യമാർന്നതുമായിട്ടുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിനെ തകർക്കുക എന്നുള്ള ഒരു അജണ്ട അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു. അപ്പോഴേക്കും അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന ആദരണീയനായ ഇപ്പോഴത്തെ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഓടിയെത്തുകയും അദ്ദേഹം വന്ന് വളരെ കർക്കശമായി തന്നെ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഫ്രറ്റേണിറ്റി അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, ആരാണെങ്കിലും ഇത്തരം കൊള്ളരുതായ്മകൾ ചെയ്യുന്നതിനെതിരെ ഇവിടുത്തെ ജനസമൂഹം ഒരുമിച്ച് നിൽക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ ഒറ്റപ്പെടുക മാത്രമല്ല, പേരിൽ നിയമ നടപടികൾ എടുക്കും എന്ന് പറയുകയുണ്ടായി.